അതിനകത്ത് ഇന്നത്തെ പത്രങ്ങളിൽ വന്നത് ഈ ഡി എ സംബന്ധിച്ച് വലിയ ആശങ്ക നമ്മുടെ നാട്ടിലെ ജീവനക്കാർക്ക് വരുന്ന ഒരു വാർത്തയാണ്. ജീവനക്കാരെന്ന് പറഞ്ഞാൽ പെൻഷൻകാർ ഉൾപ്പെടെ. അതിനകത്ത് ഡി എ സർക്കാർ നൽകുന്നതിനത് വളരെ നിഷേധാത്മകമായൊരു സമീപനം എടുത്തു എന്നാണ്. അങ്ങനല്ല സർക്കാരിൻ്റെ സമീപനം എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡി എയുടെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കാനുണ്ട്. ഇതെപ്പോഴും നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന എല്ലാ പത്രസമ്മേളനങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആകെ കൊടുക്കാനുള്ളത് കുറച്ച് കുടിശ്ശികയാണ് ഡി എയുടെ. അത് സാമ്പത്തികമായിട്ട് നമുക്ക് ഇത്രയേറെ കട്ടിക്ക് വരുന്നതോട്ടാണ്, അത് കൊടുക്കും. പക്ഷേ ഇവിടെ ഇക്കാര്യത്തിനകത്ത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ക്ഷാമബത്തെയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത്. അത് സർക്കാർ കൊടുക്കുക തന്നെ ചെയ്യും. ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അസന്നിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ കോടതി വന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യം വരുമ്പോൾ നമുക്ക് സംസ്ഥാനത്തിന് ഏകദേശം 2 ലക്ഷത്തോളം കോടി രൂപയുടെ വരുമാന സ്രോതസ്സുകൾ ഈ ഘട്ടത്തിൽ അടഞ്ഞു പോയിട്ടുണ്ട്. 2 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ബോറോയിങ് മാത്രം 1,25,000 കോടിയുടെയാണ് വെട്ടിക്കുറച്ചത്. ഏറ്റവും അവസാനത്ത് ഈ മാസം ജനുവരി ഫെബ്രുവരി മാസം 3 മാസം കിട്ടേണ്ട 12,000 കോടിയിൽ 6,000 കോടി എന്ന് കെട്ടിയതെന്ന് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങളും എം എൽ എമാരും എം പിമാരും ബഹുജനങ്ങളും എല്ലാം നടത്തിയ ഒരു വലിയ സമരം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാണ്. ഇത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. കാരണം കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കിട്ടാനുള്ളത് തരുന്നില്ല. കേരളത്തിന് ആകെ ഉള്ള റവന്യൂ വരുമാനത്തിൻ്റെ 25% താഴെ, 25% താഴെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗ്രാൻറ്റുകളും ട്രാൻസ്ഫേഴ്സും. ഇത് ചില സംസ്ഥാനങ്ങളിൽ 72% വരെയുണ്ട്. ഉദാഹരണത്തിന് ബീഹാറിന് 72% കിട്ടും. ആ സംസ്ഥാനത്തിന് കൊടുക്കുന്നതിന് ഞങ്ങൾ വരല്ല, അത് ഞാൻ കൃത്യമായി പറയാം. പക്ഷേ ഇന്ത്യൻ ആവറേജ് 50% മേളിലാണ്. ഇന്ത്യൻ ആവറേജ് സ്റ്റേറ്റുകളുടെ റവന്യൂ വരുമാനത്തിൽ 53% വരെ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള ട്രാൻസ്ഫേഴ്സും ഇതൊക്കെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GST കൂടി കളക്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അതിൻ്റെ വരുമാനം അങ്ങോട്ടാണല്ലോ പോകുന്നത്. അതെല്ലാം കളക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് തരുന്നത്. GST, കോർപ്പറേഷൻ ടാക്സ്, മറ്റ് ടാക്സുകളെല്ലാം കൂടി അവരാകെ കളക്ട് ചെയ്യുന്നതിന് 41% താഴോട്ട് കൊടുക്കും. അപ്പം അത് തരുന്നില്ല. അതുൾപ്പെടെ വരുമ്പോൾ 2 ലക്ഷം കോടി കേരളത്തിന് കിട്ടാനുണ്ട്. ക്യുമുലേറ്റീവായിട്ട് 5 വർഷം കൊണ്ട് അതിൽ കൂടുതലുണ്ട്. 50,000 കോടി വെച്ചാണ് ഒരു വർഷം അധികമായിട്ട് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുമ്പം കോടതിയിൽ പോയിട്ട് ഈ കേസ് പറയുമ്പം റിട്ട് അനുസരിച്ചൊരു റിട്ട് വഴിയാണ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സംഘടന പോകുന്നത്. അവർ സംഘടന പോയിട്ട് ഞങ്ങൾക്കിത് വേണം. അപ്പോൾ സാധാരണ ഇത്തരം റിട്ടൊക്കെ പോകുമ്പോൾ അതൊരു അവകാശമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാനുള്ള വാദമാണല്ലോ അവർ നടത്തുക. അപ്പോൾ ഗവൺമെൻറ് ഭാഗം പറയേണ്ടി വരും. ഞങ്ങൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താ? ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഗവൺമെൻറ് ഒറിജിനൽ സ്യൂട്ട് 2024 OS 1/2024 അനുസരിച്ച് നമ്മൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള നമുക്ക് ഈ ഭരണഘടനാപരമായി കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവായ അവകാശങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി കേസ് അറിയാം. ഇൻ്ററിം ഓർഡർ വഴി കുറച്ച് പണം കിട്ടി. ആ ഇൻ്ററിം ഓർഡർ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു ഇതിനകത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അതുകൊണ്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് രൂപീകരിച്ചിട്ടുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലാണ് ഇപ്പോൾ പെൻഡിംഗ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു ഭാഗം പണം കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ ഗവൺമെൻറ് വന്നിട്ട് ഇത്രയേറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന ഒരു കാലഘട്ടമില്ല. പക്ഷേ ആ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഏതെങ്കിലും കാര്യം തടഞ്ഞു പോയിട്ടില്ല. ആകെ ഈ DAയുടെ കുടിശ്ശികയാണുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ അതിനകത്ത് പുറകോട്ട് പോകുന്ന കാര്യമില്ല. ഇത് ഇപ്പം ഗവൺമെൻറ് വന്ന സമയത്ത് ശമ്പളം മുടങ്ങുമെന്നുള്ള വലിയ പ്രചരണമായിരുന്നു. ഓരോ മാസവും വളരെ വലിയ ക്രൈസിസ് നേരിട്ടിട്ടാണ് നമ്മൾ പോയത്. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ തന്നെ 4-5 മാസം സർക്കാരിന് ഈ ശമ്പളമെല്ലാം കൃത്യമായി കൊടുക്കാൻ ക്ഷേമ പെൻഷൻ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും പരീക്ഷണങ്ങൾ നേരിട്ടിട്ട് ഈ 5 വർഷം നമ്മൾ കൃത്യമായി പോയി. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം, UDF ആയിരുന്നു ഈ 2ാം പിണറായി സർക്കാർ വരുന്നതിന് പകരം ഗവൺമെൻറ് വരുന്നതെങ്കിൽ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങിയതെന്ന് മാത്രമല്ല 2002 അന്ന് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇറങ്ങിയ ഒരു ഓർഡർ ഇപ്പോഴും ആ ചരിത്രരേഖകൾ നോക്കി അറിയാം. DAയുടെ കാര്യങ്ങളിൽ ഇടപെട്ടു, ലീവ് സറണ്ടർ നിർത്തി, മറ്റു കാര്യങ്ങൾ നിർത്തി. അന്ന് LDFൻ്റെ സമീപനം ഇതെല്ലാം ജീവനക്കാരുടെ അവകാശമാണെന്നാണ്, കൊടുക്കേണ്ടതാണ്. പക്ഷേ കോടതി പോയി പൊളിറ്റിക്കലായിട്ട് പറയുകയല്ല വേണ്ടവർ. കോടതിയുടെ മുന്നേ നമ്മൾ പറഞ്ഞൊരു അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനം തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം കോടതി ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റും ഇങ്ങനെ ചില സമയത്ത് ഇപ്പോൾ കോവിഡ് സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, നിർത്തി. നമ്മളന്ന് കൊടുത്തു. ശമ്പള പരിഷ്കരണം കോവിഡ് സമയത്ത് നടത്തിയ ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നടത്തിയൊരു സ്റ്റേറ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ കുറേ മാസങ്ങളിലെ DA അന്ന് കൊടുത്തില്ല. DA കൊടുക്കാഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ്.
അതിനൊന്നും ആരും കോടതിയിൽ പോയിട്ട് പേടിക്കുന്നില്ല. കോടതിയിൽ പോയിട്ട് ഇത് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇത് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനമാണ്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പ്രധാനം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി എന്നതിലെല്ലാം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കാഴ്ചപ്പാട്. അത് വെറുതെ പറയുന്നതല്ല. ഞാൻ ധനകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരുന്ന സമയത്ത് ശമ്പള പരിഷ്കരണത്തിൻ്റെ വലിയ ഉത്തരവാദിത്വവും ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഒരു വർഷം 25,000 കോടിയെങ്കിലും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് കൂടി. കൊടുക്കാറുണ്ടായിരുന്ന കുടിശ്ശിക നേരത്തെയുള്ള 2-3 ഗഡുക്കൾ കൊടുക്കാനുള്ള DAയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ ഒരു ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കുമെന്ന് പറഞ്ഞ് PFE ചേർത്തു. അത് ഇപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടം കൊടുത്തുകൊണ്ടിരിക്കുക. DR മുഴുവൻ കൊടുത്തു തീർത്തു. എന്നുവെച്ചാൽ പെൻഷൻകാരുടെ മുഴുവൻ കൊടുത്തു തീർത്തു. DA കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കില്ല എന്നൊരു ധാരണയില്ല. ഇതിനകത്ത് തെറ്റിദ്ധാരണാജനകമായൊരു വാർത്ത വന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെൻറ് അത് കൊടുക്കും. പക്ഷേ ഈയൊരു സമീപനം കോടതിയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതല്ല വേണ്ടത്. എന്തായാലും അതിനകത്ത് സംശയമില്ല. ഞാനിവിടെ പറഞ്ഞു, ഇത്രയേറെ പണം വെട്ടിക്കുറച്ചിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ഓരോ ഘട്ടത്തിലും. അപ്പോൾ അത് കൃത്യമായി പറയും. 2 ലക്ഷം കോടി രൂപയോളം കിട്ടാനുണ്ടായിരുന്നു. ഈ വർഷം മാത്രം 17,000 കോടിയാണ് നമുക്ക് ബോറോയിങ് കുറച്ചത്. ഈ വർഷം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന വർഷമാണ്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 400 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1000 രൂപ വെച്ച് അനൗൺസ് ചെയ്തു. വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക്, വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് കണക്ട് വർക്ക് എന്ന നിലയിൽ പിന്നെ ഒരു മാസം 1000 വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് കുറച്ചുകൂടി ആപ്ലിക്കൻസ് വരട്ടെ എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ വരുമാന പരിധി 5 ലക്ഷം രൂപയാക്കി. 5 ലക്ഷം രൂപ വരെ ഒരു വർഷം കിട്ടുന്നവർക്ക്, വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് അത് കിട്ടും. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആശങ്കയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനും ഇവിടുത്തെ പ്രതിപക്ഷത്തിനുമൊക്കെ ആശങ്കയാണ്, ഇത് എങ്ങനെ അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള UDF MPമാർ ഇതിന് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ തടസ്സം വെക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഇതെല്ലാം നമ്മൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പണം കിട്ടുകയാണെങ്കിൽ, വാസ്തവത്തിൽ ഈ വർഷം വെട്ടിക്കുറച്ച പണം കിട്ടുകയാണെങ്കിൽ മാത്രം മിക്കവാറും കൊടുത്തു തീർക്കാനുള്ളതേ ഉള്ളൂ. 5 വർഷത്തിന് കിട്ടാനുണ്ട്, 2 ലക്ഷം കോടി കിട്ടാനുണ്ട്. ബോറോയിങ് മാത്രം 1.25 ലക്ഷം, 1,25,000 കോടി കിട്ടാനുണ്ട്. പക്ഷേ 25,000 കോടിക്ക് അകത്ത് നിൽക്കുന്ന വളരെ പെട്ടെന്ന് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കേരളം ഇനിയൊരു അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി ഈ പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ ഇതിനേക്കാളും വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പോകും. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ശമ്പളത്തിൻ്റെ രീതി, റിക്രൂട്ട്മെൻറ്റ് രീതി മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് 4 ലക്ഷത്തോളം പേരാണ് ഈ 10 വർഷം കൊണ്ട് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തത്. പെൻഷൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞു ഞങ്ങൾ അഷ്വേർഡ് പെൻഷൻ കൊടുക്കും. അഷ്വേർഡ് പെൻഷൻ്റെ കാര്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞാൻ പറയുകയാണ്. അഷ്വേർഡ് പെൻഷൻ കൊടുക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. അഷ്വേർഡ് പെൻഷൻ കൊടുക്കും. പല സംസ്ഥാനങ്ങളിലും പെൻഷനില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ അതുപോലെ ശമ്പളം സംബന്ധിച്ച്, ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് ചർച്ചയില്ല. ചില സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി, പ്രധാനമായും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയാണ് ശ്വാസം മുട്ടിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ എത്ര കാലം ശമ്പളത്തിന് മുടക്കം വരുന്നുണ്ട്, കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം നിർത്തി, ശമ്പളവും DAയും ആനുകൂല്യങ്ങളും നിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതല്ല ഇടതുപക്ഷത്തിൻ്റെ സമീപനം. അത് വളരെ കൃത്യമായിട്ട് പറയാനായിട്ടാണ് ഞാനിവിടെ ഇത് അടിയന്തരമായിട്ട് വിളിക്കണമെന്ന് വെച്ചത്. ഇത് ക്ഷേമ പെൻഷനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെടുത്തിട്ടുള്ള സമീപനം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സിവിൽ സർവീസിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സിവിൽ സർവീസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ലോകത്താകെ പൊതു സർവീസിലേക്ക് ആളുകൾ എടുക്കുന്നത് കുറയുകയും ഇന്ത്യയിലാണെങ്കിൽ എടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. യാതൊരു ആശങ്കയും വേണ്ട. എല്ലാ മേഖലയിലും പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഏറ്റവും കൂടുതൽ അവർക്ക് പഴയ പണം കൊടുത്തു തീർത്തത് ഈ ഗവൺമെൻറ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ബഡ്ജറ്റ് വെച്ചത് കൂടാതെ അതിൻ്റെ ഇരട്ടിയെങ്കിലും കൊടുത്തു. കാരണം ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഗവൺമെൻറ്റിന്. പത്രങ്ങൾ ശക്തമായിട്ട് നിൽക്കണം. ഞങ്ങൾക്കെതിരെ എഴുതുന്നവരുണ്ടാവും, അതുണ്ടാവണമല്ലോ ജനാധിപത്യത്തിൽ. പക്ഷേ അവർക്കുൾപ്പെടെയുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കും. അത് ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും കൊടുക്കും. ഇത്രയേറെ തുക കൊടുക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള 1,15,000 കോടിയാണ് ആ ശരാശരി ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ ചിലവെങ്കിൽ ഒരു വർഷം. ഇപ്പോൾ അതൊരു ഈ വർഷം കൂടെ വരുമ്പോഴത്തേക്ക് അത് 1,75,000 മേളിൽ പോവും, കോടിയിൽ മേളിൽ പോവും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിനകത്ത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ നിങ്ങളുൾപ്പെടെയുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഒരു ആശങ്ക വേണ്ട. അത് ക്ലിയറായി പറഞ്ഞില്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇതിൽ വാർത്ത ഇങ്ങനെ വരുമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായ നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഉപയോഗിക്കുന്നത്.